എനിക്ക് ഒട്ടും വയ്യ, എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഡെയിലി റുട്ടീൻസ് പോലും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ സങ്കടം പറഞ്ഞു വരുന്ന ആളുകളോട് നിങ്ങൾ എപ്പോഴെങ്കിലും യോഗ ചെയ്താൽ മതി, നീ മെഡിറ്റേഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ ഉപദേശങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടോ? ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. എന്താണ് പോസിറ്റീവ് ടോക്സിസിറ്റി? ചില സമയങ്ങളിൽ നമുക്ക് സങ്കടങ്ങൾ തോന്നും, ദേഷ്യം തോന്നും, പല നെഗറ്റീവ് തോന്നൂസ് എല്ലാം തോന്നും. ഇതെല്ലാം നോർമലാണ്. ഇത് ഓക്കെ, നോട്ട് ഓക്കെ. നമ്മൾ ഓക്കെ അല്ല എന്നുള്ളതും പഴയൊരു വലിയ റിയാലിറ്റിയാണ്. അത് നമ്മൾ മറക്കേണ്ടയോ അല്ലെങ്കിൽ മറച്ചു പിടിക്കേണ്ടതോ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി കൊണ്ട് മറക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. ചില സമയത്ത് ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ ഓർക്കും അത് എൻ്റെ തെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് നെഗറ്റിവിറ്റി ആയി തോന്നുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ തോന്നുന്നത് അതെന്തോ എൻ്റെ വലിയൊരു മിസ്റ്റേക്ക് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ നെഗറ്റീവായ ഫീലിങ്സിനൊക്കെ ഇങ്ങനെ ബാക്കിൽ ഹൈഡ് ചെയ്ത് വെച്ച് ഒരു സമയമാകുമ്പോൾ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിനൊക്കെ നല്ലത് നമ്മൾ ഒരിക്കലും ആർക്കും എന്തെങ്കിലും സങ്കടമായിട്ട് വരുമ്പോൾ ഒരിക്കലും പറയരുത് നീ യോഗ പ്രാക്ടീസ് ചെയ്യുക, നീ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നീ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഇതെല്ലാം നല്ലതാണ് അല്ലേ? ഇതെല്ലാം നല്ലതാണ്, ഇതെല്ലാം പോസിറ്റീവായിട്ട് നമ്മളെ ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു സങ്കടത്തിനുമുള്ള സൊല്യൂഷൻ ഇതല്ല. ഒരാൾ സങ്കടമായിട്ട് വരുമ്പോൾ ആ സങ്കടം അയാളെ ഫീൽ ചെയ്യാൻ അനുവദിക്കുക. ആ നെഗറ്റിവിറ്റി അയാൾ നമ്മൾ എന്ത് പറയാ അവരോട്, ഇതെല്ലാം നോർമലാണ്, നീ ഓക്കെ അല്ല എന്നുള്ളത് ഉൾപ്പെടെ നോർമലാണ്, ജസ്റ്റ് ഫീൽ ദാറ്റ് ഇമോഷൻ. അതിനുശേഷം അവർക്ക് അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുക, അവരെ സ്വയം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. ഇതല്ലേ വേണ്ടത്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളോട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആളുകൾ ദയവായി നമ്മുടെ പോസിറ്റീവ് ടോക്സിസിറ്റി കൊണ്ട് വേദനിപ്പിക്കരുത്, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കരുത്.